ഹായ് ഓൾ, ഞാൻ ഡോക്ടർ ഹർഷ. വിരശല്യം അഥവാ കൃമികടി എന്ന അസുഖത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് പേര്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് വിരശല്യം എന്ന് പറയുന്നത്. മുതിർന്നവർക്കും ഇത് കാണുന്നുണ്ട്, പക്ഷേ വളരെ കുറവാണ്. പിൻവം എന്ന് പറയുന്ന വിരയാണ് വിരശല്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പിൻവം രാത്രികാലങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു 10 മണിക്കൊക്കെ ശേഷം കുടലിൽ നിന്ന് മലാശയത്തിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതിനുശേഷം അവിടെ ചെറിയ രീതിയിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി അവിടെ വന്ന് മുട്ടയിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വിരശല്യമുള്ളവർക്ക് രാത്രി ഒരു 10 മണിക്കൊക്കെ ശേഷം നല്ല രീതിയിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിലും ഇറിറ്റേഷൻസ് ഒക്കെ വരുന്നത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ രാത്രിയിൽ മലദ്വാരം ചൊറിയുന്നതും അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് ഉറങ്ങാൻ സാധിക്കാത്തതൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് ക്ലിനിക്കിൽ അമ്മമാർ വന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതുപോലെ വേം ഇൻഫെക്ഷനാണ്. വിരശല്യമുള്ള കുട്ടികൾ കാണിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുണ്ട്. വയറുവേദന, അതുപോലെ തന്നെ മലദ്വാരത്തിന് ചുറ്റുമുണ്ടാകുന്ന ചൊറിച്ചിൽ, ഇറിറ്റേഷൻ, ഭക്ഷണത്തിനോടുണ്ടാകുന്ന താല്പര്യക്കുറവ്, വിശപ്പില്ലായ്മ, അനീമിയ, പിന്നെ വിട്ടുമാറാത്ത ചുമയൊക്കെ ചില കുട്ടികൾക്ക് നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അത് ഒരു പക്ഷേ ഈ വിരശല്യമുള്ളത് കൊണ്ടായിരിക്കാം. ബ്ലഡിലൊക്കെ ഈസ്നോഫിൽസിൻ്റെ അളവ് വളരെയധികം കൂടുന്നത് ഇങ്ങനെ വിട്ടുമാറാതെ ചുമ നിൽക്കാൻ കാരണമാകുന്നുണ്ട്. ഓക്കാനം, ഛർദി, കൂടാതെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പല്ല് കടിക്കുന്നത്, ബെഡിൽ മൂത്രമൊഴിക്കുന്നത്. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇടവിട്ടുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒരു പക്ഷേ വിരശല്യം കൊണ്ടായിരിക്കാം. വേം ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് മെഡിസിൻ കഴിക്കുക എന്നുള്ളതാണ്. 6 മാസം കൂടുമ്പോൾ നമുക്ക് വിര പോകാനുള്ള മരുന്ന് കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വിരശല്യമുള്ള കുട്ടി മാത്രമല്ല മെഡിസിൻ കഴിക്കേണ്ടത്, ആ വീട്ടിലുള്ള മറ്റു കുട്ടികളും മറ്റംഗങ്ങളും കൂടി കഴിക്കേണ്ടതുണ്ട്. കാരണം ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരേ ടോയ്ലറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ വേമൊക്കെ അവിടെ പറ്റി പിടിച്ചിരുന്നിട്ട് അത് മറ്റുള്ളവർക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരേ ബെഡൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റു കുട്ടികൾക്കും ഇത് പകരാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് നിലനിൽക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, കുട്ടികൾ മണ്ണിൽ കളിക്കുന്നതാണെങ്കിൽ അവരുടെ കൈയൊക്കെ നല്ല രീതിയിൽ കഴുകിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ മുഖത്തൊക്കെ തൊടാനും അനുവദിക്കുക. നഖം നല്ല രീതിയിൽ വെട്ടി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നഖം കടിക്കുന്ന ഹാബിറ്റൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് പറയുക. ടോയ്ലറ്റൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് നിർബന്ധമായിട്ടും ചെരുപ്പ് ധരിപ്പിക്കണം. പിന്നെ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുക. അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് മാത്രം കുട്ടികൾക്ക് കൊടുക്കുക. വിരിപ്പുകളും പുതപ്പുകളൊക്കെ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും കഴുകി സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്ന, ഇപ്പോൾ ക്യാരറ്റ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ തേങ്ങയുടെ പാല് വിരശല്യം ഉള്ള കുട്ടികൾക്ക് കഴിക്കാം. പിന്നെ പച്ച പപ്പായൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും ഇങ്ങനെ വേം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ്. പിന്നെ ഒഴിവാക്കേണ്ടത് അമിതമായിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ബേക്കറി ഐറ്റംസ്, ജങ്ക് ഫുഡ്സ്, ഇതൊക്കെ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേം ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് കൂടുതലായിട്ട് ഇത് വയറ്റിൽ പെറ്റുപെരുകും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായിട്ട് കുട്ടികളായാലും മുതിർന്നവരായാലും കാണിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്